നമസ്കാരം ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് സഞ്ജയ് വൺ ഓഫ് ദി അരവല്ലി ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്തെന്ന് പറഞ്ഞാൽ വളരെ അധികം ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ആ പ്രത്യേകതയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സഞ്ജയ് വൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അരവല്ലി റേഞ്ചിൽ വരുന്നതാണ്. അരവല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റ് റേഞ്ച് എന്ന് പറയും. ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട് ഇങ്ങനത്തെ അരവല്ലി റേഞ്ച്. അപ്പോൾ അരവല്ലി റേഞ്ചിൽ വരുന്നതാണ് ഈ ഏരിയ. ഡൽഹിയിൽ ഓൾമോസ്റ്റ് 30% ഓക്സിജൻ കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് പറയാം. അത്രയും കൂടുതൽ തിക്ക് ഫോറസ്റ്റ് ഏരിയയാണിത്. ഇതിന്നൊരു പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഏരിയയിലാണ് വരുന്നത്. ഇതിൻ്റെ പണി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് DDA, ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി അണ്ടർടേക്കിങ്ങിലാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ആകെ ഉള്ള ഒരു കഫേയിലാണ്. ഇവിടെ നമ്മൾ സഞ്ജയ് വൻ്റെ ഗേറ്റ് നമ്പർ 3 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിന്ന് അവിടുന്ന് നടന്നു വന്നിരിക്കുന്നു. അപ്പോൾ മെയിൻ പ്രത്യേകത ഞാൻ ഇന്നിവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൽഹി ഉണ്ടായത് തന്നെ ഈ ഏരിയയിലാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ആ ഏരിയ ഒന്ന് ചെന്നിട്ട് കാണാം. ഇവിടുത്തെ ആകെ ഉള്ളൊരു കഫേയാണിത്, LG റോക്ക് കഫേ. കാരണം നമ്മൾ മുമ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഒന്നും കിട്ടില്ല. ഞാൻ ഇന്ന് ഈ സ്ഥലത്ത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ ഹിസ്റ്ററി തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഡൽഹി ഏറ്റവും ആദ്യത്തെ സിറ്റി ആയിട്ട് സ്ഥാപിച്ചത് ഈ ഏരിയയിലാണ്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ മെഹ്റോളി ഏരിയയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ മെഹ്റോളിന് ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റി ഡൽഹിയിലുള്ളത്. ആ ഓൾഡസ്റ്റ് സിറ്റിയുടെ ഉള്ളിലാണ് ലാൽ കോട്ട് എന്ന് പറഞ്ഞ ഏറ്റവും ആദ്യത്തെ ഇവിടുത്തെ സിറ്റി ഉണ്ടാക്കിയത്. അനങ്പാൽ തോമാർ എന്ന് പറഞ്ഞ രാജ്പുത്ത് 1052 ഇവിടെ വന്നിട്ട് ആദ്യം ഇങ്ങനത്തെ ഒരു കില ഉണ്ടാക്കി. അതിനു മുമ്പ് 50 BCEയിലും ബേസിക്കലി ഡൽഹിയുടെ പേര് വന്ന് തുടങ്ങിയത് ആ സമയത്ത് മുതലാണ്. അതിൻ്റെ ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 50 BCEയിൽ ദില്ലു എന്ന് പറഞ്ഞ ഒരു രാജാവ് ആണ് ആ സമയത്ത് അയാളുടെ പേര് വെച്ചിട്ട് ഈ സ്ഥലത്തിനെ ദില്ലു എന്ന് വെച്ചത്. ദില്ലു എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥലം ആദ്യം പേര് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1052 BCEയിൽ അനങ്പാൽ തോമർ അല്ലെങ്കിൽ തോമറസ് ഈ സ്ഥലത്തിൻ്റെ പേര് ദിൽപത്ത് എന്നാക്കി. അപ്പോൾ ഡൽഹിയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ദിൽപത്ത് എന്നാക്കി അതിൻ്റെ പേര്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ റൂള് വന്നു കഴിഞ്ഞിട്ട് അലക്സാണ്ടർ കണിങ്ഹാം ഈ സ്ഥലത്തിൻ്റെ പേര് ദഹ്ലി DEHLI ദില്ലി അല്ലെങ്കിൽ ദില്ലി അങ്ങനത്തെ പേരാക്കിയിട്ടാണ് ലാസ്റ്റിൽ ഇത് ഡൽഹി ആയിട്ട് അങ്ങോട്ട് മാറിയത്. അങ്ങനെ അനങ്പാൽ തോമാറിൻ്റെ ഭരണം കഴിഞ്ഞ് 1152 പൃഥ്വിരാജ് ചൗഹാൻ അനങ്പാൽ തോമാറിനെ തോൽപ്പിച്ചിട്ട് ഈ സ്ഥലം ഡൽഹി ആളുടെ പേരിലേക്ക് എടുത്തു. അങ്ങനെ അനങ്പാൽ തോമാർ ഉണ്ടാക്കിയ ഈ കിലേൻ്റെ പേരായിരുന്നു ലാൽ കോട്ട്. അപ്പോൾ ബേസിക്കലി ആ ഏരിയ ആയിരുന്നു ശരിക്കുള്ള ഡൽഹി. പിന്നെ അവിടെ നിന്ന് എക്സ്പാൻഡ് ആയിട്ടാണ് ഓഫ് കോഴ്സ് ജനങ്ങൾ വന്നു തുടങ്ങി. അത് എക്സ്പാൻഡ് ആയിട്ടാണ് ഇന്നത്തെ ഡൽഹി നമ്മൾ കാണുന്ന ഡൽഹി. പിന്നെ 1180 പൃഥ്വിരാജ് ചൗഹാൻ നമ്പർ 3 പൃഥ്വിരാജ് ചൗഹാൻ ദ തേർഡ് വന്നിട്ടാണ് അനങ്പാൽ തോമാറിനെ തോൽപ്പിച്ചിട്ട് യുദ്ധത്തിൽ ഈ സ്ഥലം ഏറ്റെടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1192 മുഹമ്മദ് ഗോരി വന്നിട്ടാണ് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചിട്ട് സൽത്തനത്ത് ഓഫ് ഡൽഹി ഇന്ദ്രപ്രസ്ഥം എന്നുള്ള പേര് വന്നത്. അങ്ങനെ സൽത്തനത്ത് ഓഫ് ഡൽഹി 1206 ഫസ്റ്റ് ടൈം ഇവിടെ നിന്നാണ് ഫോം ചെയ്തത്. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ പേര് കേട്ടില്ല.
ആ കുത്തുബുദ്ദീൻ ഐബക്കാണ് ഏറ്റവും ആദ്യത്തെ സുൽത്താനായിരുന്നത് ഡൽഹിയിലെ. അയാളുടെ പേരിലാണ് ആൾ കുത്തബ് മിനാർ എന്ന് പറഞ്ഞ മിനാററ്റ് ഉണ്ടാക്കിയത്. കുറേ നടക്കാനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇത് 472 acres ഓഫ് ലാൻഡ്. ഇത് വെറും ലാൻഡ് മാത്രമല്ല, നമ്മളുടെ ഡിയർ പാർക്കിൻ്റെ മാതിരിയല്ല ഇത് ഫുൾ ലഷ് ഗ്രീൻ എന്ന് വെച്ചാൽ അത്രയും തിക്ക് ഫോറസ്റ്റാണ്. നിങ്ങൾക്ക് കാണാൻ എൻ്റെ പിന്നിൽ തന്നെ അത്രയും തിക്ക് ഫോറസ്റ്റാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വൈൽഡ് ലൈഫുണ്ട്, ഫോക്സസ്, ഡിയേഴ്സ്, നീൽഗായ്, അങ്ങനെ പലതും. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞോളാം, അത്ര ശരിയെന്ന് അറിഞ്ഞൂടാ, ഇത് ഹോണ്ടഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി 7 മണി 8 മണി 9 മണി ആകുമ്പോഴൊന്ന് ഇത് ഇവർ പൂട്ടും. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഭൂതപ്രേതങ്ങളുടെ കഥകളൊക്കെ പറയാറുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെ കിടന്ന് കറങ്ങണ കാണാം, പിന്നെ ഒച്ചവും ബഹളവും ഇതിൻ്റെ ഉള്ളുണ്ട്, അങ്ങനെ പലതും. എത്ര ശരിയാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ചെറിയൊരു പേടിയുണ്ട് എനിക്ക്, കാരണം എൻ്റെ ഒപ്പം ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നേ. യൂട്യൂബിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു. അയ്യോ, ഇത് നമ്മളിപ്പോൾ പോണത് അരവല്ലി ഹിൽസ് സൈഡിലാണ്. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് കുത്തബ് മിനാർ കാണുമെന്നാണ് പറയണത്. സോ ലെറ്റ്സ് സീ. കണ്ട ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ ഫോർട്ടിൻ്റെ കിലയുടെ കുറേ ഇങ്ങനെ അവശിഷ്ടങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ കാണാം. കണ്ട, നൗ ഇറ്റ്സ് ഓൾ കവേർഡ് ബൈ ഫോറസ്റ്റ്. അപ്പോൾ ഈ വഴികൾ നമ്മൾ കാണുമെന്ന് പറഞ്ഞാൽ പണ്ട് ആ സമയത്തുണ്ടായിരുന്ന വഴിയാണ് ഇപ്പോഴും ഉള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് the people, the locals over here, they say. മയില് ഇതേ കണ്ട. ഓഹ്, നല്ല ചൂടുണ്ട് കേട്ടോ എൻ്റെ അമ്മേ. ഞാൻ ഏറ്റവും ആദ്യം വന്നിട്ട് ഇവിടെ ചോദിച്ചതെന്നറിയോ, ആ കഫേയിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, മോനെ ഇവിടെ പുലിയും ലെപ്പോർഡ്സൊന്നും ഇല്ലല്ലോ, കാരണം ഞാൻ ഒറ്റയ്ക്കണേ, ആരുമില്ല ഇവിടെ. അപ്പോൾ ഞാൻ ഒരു വട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കാര്യമാണ്. ഞാൻ അപ്പോൾ 15 മിനിറ്റായി നടക്കണം, എവിടെയും എത്തിയില്ലല്ലോ. ഞാൻ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു എവിടെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. വേണ്ട, പാവം ഒരു കിളി അങ്ങോട്ട് പെട്ടതിൻ്റെ ഉള്ളിൽ. അയ്യോ, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു. ആ പോയി മോനെ, മയിൽ വേണ്ട. ബ്യൂട്ടിഫുൾ. ഇവിടെ ഇഷ്ടംപോലെ ഇടയിൽ കൂടെ പല വഴികളുണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞത് റൈറ്റിലേക്ക് പോകാനാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഐ ആം ഗോയിങ് ടു ദ റൈറ്റ് ഡയറക്ഷൻ. ലെറ്റ്സ് സീ. എൻ്റെ മോനെ, ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ട് ഒരു കുപ്പി ആവശ്യം വന്ന് കുടിക്കാൻ. പക്ഷെ ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ആയ സ്ഥലം നമ്മൾ കാണുമ്പോൾ അതിൻ്റെതായ ഒരു രസമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ആരുടെങ്കിലും ഒപ്പം വരണമായിരുന്നു എന്ന്. പക്ഷെ നമ്മളുടെ ഇവിടെ കൂട്ടിനാരുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. എത്ര ദൂരം ഉണ്ടാവുമോ ഇനിയോ? യാവിൻ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. ഇവിടെ ഒറ്റ മനുഷ്യന്മാരെ കാണില്ല കേട്ടോ. എൻ്റെ ഡപ്പി തെറിച്ച്. ഇത് ആക്ച്വലി ഹില്ലി ഏരിയയാണ്, അരവലി ഹിൽസിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ കയറ്റം കയറായിരുന്നു ഇത്ര നേരം. വേർത്ത് ആകെ കോലം പോയി എൻ്റെ അമ്മേ. ആളോട് ചോദിക്കാൻ മറന്നു എത്ര നടക്കേണ്ടി വരുന്നു. കുറേ എന്ന് വെച്ചാൽ ഞാൻ പോകില്ലായിരുന്നു. പക്ഷെ എനിവേസ് ഇത്രയും നമ്മളിപ്പോൾ പകുതി ഇപ്പോൾ ഓൾമോസ്റ്റ് 20-25 മിനിറ്റ്സായി ഞാൻ നടക്കണം. ഇത്രയും എത്തിയ സ്ഥിതിക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് നമുക്ക് കുത്തബ് മിനാറിൻ്റെ ദൂരത്തുനിന്ന് കാണാം. കുത്തബ് മിനാർ അതൊന്ന് കണ്ടിട്ട് വരാം. എന്തേ എൻ്റെ മോനെ, ഈ വഴി നോക്കിയേ. ഞാൻ തെറ്റായിട്ട് വഴി വന്നാ. അയ്യോ, ഇതെങ്ങോട്ടേക്കാണ് പോണ്? തെറ്റായി പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. എനിക്കെന്നെ അറിഞ്ഞൂടാ ഞാൻ അങ്ങോട്ടേ പോകണം. കാരണം കാടാണേ, ഒന്നും പറയാൻ പറ്റില്ല. ഇത് നോക്കിയ കോട്ട, ഇവിടെയൊക്കെ പണ്ട് ഉണ്ടായിരുന്ന കോട്ടകളിത് കണ്ട. എൻ്റെ മോനെ, ഇതൊക്കെ വൈൽഡ് ലൈഫ് ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ എങ്ങനെയോ മാറി കോട്ട ഉണ്ടാക്കിയ ആ സമയത്ത്. ഞാൻ അത് ആലോചിക്കുന്നത്.
ഇതൊക്കെ കോട്ടയുടെ വാൾസാ, എല്ലാതും മരങ്ങളും. ആഹാ എൻ്റെ മോനെ, ബട്ടർഫ്ലൈസ് ഇതൊക്കെ എന്താണെന്ന് നോക്കിയേ. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ ഒരു പട്ടി കിടക്കണ്. വേണ്ട, അവനെ ബുദ്ധിമുട്ടിക്കണോ? ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്, പോയി നോക്കാം. ഒന്നും ചെയ്യില്ലാന്ന് ചെക്കൻ. ഓ, ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോണ്ടി വരോ? നല്ല കാറ്റ്. പക്ഷേ അവിടെ വരെ ഒന്ന് പോയി നോക്കാമല്ലേ? പട്ടിനോട് വഴി ചോദിക്കാനും പറ്റില്ല. അയാൾ പറഞ്ഞു റൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഇതന്നെയാണോ? അവിടെ നിന്ന് റൈറ്റ് എടുത്തു ഞാൻ. ഇവിടുന്ന് വഴിയുണ്ട്. ഇവിടെയും ആൾക്കാർ വന്നിട്ട് കണ്ട കച്ചറാക്കിയിട്ട് ഫുള്ള്. ഒരു സ്ഥലം വിടില്ല നമ്മളെ ജനങ്ങൾ. ഒരു ഓപ്പൺ ഏരിയ, അവിടെ ഓപ്പൺ സ്കൈ കാണാൻ എനിക്ക് നമ്മൾ വരുന്ന വഴി ശരിയാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ പശു, കാട്ടുപശുവാണ് ഇത്. പണ്ടാണ് കുട്ടാണ്ട് തന്നാൽ മതി. ആൾക്കാരുണ്ട് ഇവിടെ. सर जो कुतुब मीनार का जगह कुतुब मीनार उस साइड है, उस तरफ है। आपको यहाँ से ऐसे साइड से चले, लेफ्ट पे जाना है। हाँ। अच्छा थैंक यू। हाँ പശു ഒന്നും ചെയ്യില്ലേ. ഭണ്ഡാരം കുത്തണ്ടിരുന്ന മതി. ഇവന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവന്മാർ വഴിയിലേക്ക് കിടക്കൂ, അതാണ് പ്രശ്നം. ഇത് വണ്ടി വരുന്ന ഇവിടുന്ന് ഓട്ടോറിക്ഷ. ആ ഇവിടുന്ന് വണ്ടിയൊക്കെ പോകണ്ടല്ലേ. ഭായ് കുറേ നടന്നിട്ട് ഞാൻ. ഡൽഹി പോലീസിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ആൾക്കാരും ഉണ്ട്. അവൻ പുറത്തെത്തിയപ്പോൾ അത് ഗൈസ് ഒരു ഫ്ലൂക്ക് പറ്റി. നമ്മൾ വന്ന വഴി തെറ്റിപ്പോയി. ആക്ച്വലി പുറത്ത് ഫോറസ്റ്റിൻ്റെ ഓൾമോസ്റ്റ് പുറത്തെത്തിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ സൈഡിൽ കൂടെ വന്ന വഴിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ കുത്തമ്പ मीनाറിലേക്ക് എത്തുന്നു. പക്ഷെ അത് ഓൾമോസ്റ്റ് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് അത്ര. അപ്പോൾ ഞാൻ വന്ന വഴി തെറ്റിപ്പോയി. തിരിച്ച് അതിൽ കൂടെ തന്നെ പോകണം. പേടിയാണ്. ആ വഴി തന്നെ ഭയങ്കര ഡേഞ്ചറസ് ഞാൻ വന്നത്. ഈ പശുക്കൾ തന്നെയല്ലേ? ആ ഇതന്നെ, ഇവരാണ് എൻ്റെ ലാൻഡ്മാർക്ക്. ഈ വഴിയിൽ കൂടെ പോകണം. അയ്യോ ഇതിൻ്റെയൊക്കെ കൊമ്പ് കാണുമ്പോൾ പേടിയാണ്. പശുവെ ഒന്നും ചെയ്യല്ലേ. ഇവന്മാരൊരു സ്ഥലത്ത് നിന്നാലും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. എന്താണ് ഇവന്മാർ ആലോചിക്കുന്നത്? കുത്തല്ലേട്ടാ മോനെ, ഈ പ്രായത്ത് ഓടാൻ വയ്യ.
ഓക്കെ, അപ്പോൾ തിരിച്ച് നമുക്ക് വഴിയിൽ കൂടെ പോകാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് കറങ്ങണില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 50-ാം നൂറ്റാണ്ടിൽ 50 BCE, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 950 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തോമാർ രാജാവ് വന്നിട്ട് ഇതെടുത്തത്. അപ്പം അയ്യോ വയ്യ മോനെ, നമ്മുടെ പട്ടി പോയാ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെയും വരെ ഇക്കൊല്ലം 2025 വരെ ആ ഹിസ്റ്ററി ഒന്ന് ആലോചിച്ച് നോക്ക് പോയി. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ റൈറ്റ്. ഞാൻ ഇപ്പോൾ ആലോചിക്കുക ആ സമയത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും അന്ന് കറണ്ടും ഇല്ല, ഒന്നുമില്ല, ഇൻ്റർനെറ്റില്ല, അവർ ജീവിച്ച രീതി. യുനോ ഒരു ടൈം മെഷീൻ എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ചാൽ ശരിക്കും ഐ റിയലി വുഡ് ലവ് ടു സീ ഓൾ ദോസ് തിങ്സ്. നമ്മുടെ ജുറാസിക് പാർക്ക് വരെ എനിക്ക് കാണുന്നുണ്ട്, വട്ടാണ് അറിയാം, പക്ഷേ ഐ ലവ് ഹിസ്റ്ററി. ഞാനും ഒരു ഹിസ്റ്ററി ആവാൻ പോകുന്നു. പക്ഷേ അതാണല്ലോ അതിൻ്റെ ഒരു രസം. വന്ന വഴി തെറ്റാണ്ടിരുന്നാൽ മതി. ഇടയ്ക്കൊക്കെ ആൾക്കാരിങ്ങനെ കണ്ട് ഓരോന്നോരോന്നായിട്ട്. അവരൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആയിരിക്കും, അവർക്കറിയായിരിക്കും ഈ വഴി. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണല്ലോ. ഒരു ഭയങ്കര ഓവർകാസ്റ്റ് ക്ലൈമറ്റ് പോയി. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും അതെ, എനിക്ക് മാനുവലി ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഇത് ചേഞ്ച് ആണ്. ഇത് കണ്ട കോണിപ്പടി, ഇതൊക്കെ എനിക്കൊന്ന് പണ്ട് ആ സമയത്ത് ഉണ്ടാക്കിയതായിരിക്കും ആൾക്കാർ. എന്ത് രസം നോക്കിയാൽ നാച്ചുറലായിട്ട് കോണിപ്പടി ആൾക്കാരുണ്ടാക്കിയാണ് തോന്നുന്നത്. ബ്യൂട്ടിഫുൾ. സെക്യൂരിറ്റി കറങ്ങുന്നുണ്ട്. ഞാൻ കുറേ അധികം മുമ്പിലേക്ക് പോയി. ഇപ്പോൾ ഒരു സെക്യൂരിറ്റീനെ കണ്ടു. അപ്പോൾ ആൾ പറഞ്ഞു തിരിച്ചങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് റൈറ്റ് എടുക്കണം. ആൾ റൈറ്റ് കാണിച്ചിട്ട് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ. ആൾ കൈ റൈറ്റ് കാണിച്ചു, കണ്ട് ആകെ ചാക്കെ റൈറ്റ് കാണിച്ചിട്ട് പറഞ്ഞു ലെഫ്റ്റ് എടുക്കണമെന്ന്. ഇന്ന് നല്ല എക്സർസൈസ് ചെയ്യണ്ടേ. അയ്യോ ഈശ്വര, പക്ഷെ നടക്കണത് നല്ലതാണ്, ഗുഡ് ഫോർ ഹെൽത്ത്. നമ്മളിപ്പോൾ ഒരു വഴിയിലെത്തി. ഇവിടെ നിന്ന് റൈറ്റാണോ? ഈ റൈറ്റ് കണ്ടിട്ട് എനിക്ക് യാതൊരു ലക്ഷണം തോന്നില്ല. വേണ്ട മോനെ, ഞാൻ ചാൻസ് എടുക്കണില്ല. അങ്ങനെ ഒരു ജീവിതമുള്ളൂ. ആരെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നു വെച്ചാൽ പിന്നെ നമുക്കൊന്ന് ചെയ്യായിരുന്നു. കാരണം അറ്റ്ലീസ്റ്റ്, പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങളധികം ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇൻഫോം ചെയ്തിട്ട് വരണം. വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആരെങ്കിലും. ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ആക്ച്വലി എൻ്റെ വീടിൻ്റെ ഇടയിലുള്ള ഗ്രോസറി ഷോപ്പിൽ എൻ്റെ വീടിൻ്റെ ഓണർ. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ സഞ്ജയ് വാനിലേക്ക് പോകുന്നു, ലാൽകോട്ട് ഏരിയയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു. കാരണം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിഞ്ഞൂടെ ഞാൻ എവിടേക്കാണ് പോയെന്ന്. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരാളെ ഇൻഫോം ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ പെട്ടുപോകും. ഇവിടുന്ന് റൈറ്റാണോ? ഇവിടുന്ന് റൈറ്റ് കാണുന്നുണ്ട്. ഇത് നമ്മൾ പോയതാണ് ബേസിക്കലി. ഇത് ഇതാ കഫേൻ്റെ ഏരിയയാണ്. അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മയൂർ ഹിൽസ് എന്ന്. അപ്പോൾ ഈ വഴിയാണ് കാണിക്കുന്നത്. ലെറ്റ്സ് സി. ഇതെന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യാം. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോകാം നമുക്ക്. ഇതാണ് ആ കഫേ ഞാൻ പറഞ്ഞത്, LG റോക്ക് കഫേ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് വെൽ മെയിൻറ്റെയിൻഡാണ്. ഇതാണ് ഞാൻ പറയുന്നത് മെയിൻ്റനൻസ്. ഒരു ഇത് ഉള്ളപ്പോഴെന്ന് വെച്ചാൽ ഒരു അതോറിറ്റി ഉള്ളപ്പോൾ അവരത് ശരിക്കും ചെയ്യണമെന്ന് വെച്ചാൽ കണ്ട ഇതൊക്കെ നല്ലോണം മെയിൻറ്റെയിൻഡാണ്. അപ്പോൾ ഇതിപ്പോൾ DDAക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ DDAക്കാരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ ഈ വഴി പോകണമെന്ന് പറഞ്ഞാൽ മയൂർ ഹിൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആക്ച്വലി അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ കയറ്റം തുടങ്ങി ഇവിടുന്ന്. എൻ്റെ ഓൾറെഡി ഡപ്പി തെറിച്ചിരിക്കുന്നത്. ഇത്രയും കയറാമെന്ന് പറഞ്ഞാൽ അയ്യോ. അതിനുവെച്ച് ഇതുവരെ വന്ന് നോക്കിക്കളയാം. എൻ്റെ മക്കളെ നല്ല കയറ്റം ഇട്ടത്. ഇതൊരു ഹില്ലി ഏരിയയാണ്.
ഇവിടെ ബൈക്കിൻ്റെ ഒക്കെ അതേ കണ്ട മാർക്ക് കാണുന്നുണ്ട്. ആരോ എനിക്കൊന്നും ഇവിടുത്തെ ചിലപ്പോൾ സ്റ്റാഫായിരിക്കും. പക്ഷെ ഉള്ളിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളവിടെ പുറത്തന്നെ നിർത്തും അവർ. ഓഹ് എൻ്റെ കാല് കാനെടുക്കുന്നപ്പോൾ കയറി കയറി. പക്ഷെ രാവിലെ വാക്കിങ്ങിനും ജോഗിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാട്ടത്. അടിപൊളി, സോ നാച്ചുറൽ. നമുക്ക് ഇഷ്ടം പോലെ പോകാണ്ട് പോണത്. മയൂരി ഹിൽസ് റൈറ്റ് സൈഡ് ഗേറ്റ് നമ്പർ 3. ഞാൻ വന്ന് ഗേറ്റ് നമ്പർ 3 അപ്പം അങ്ങോട്ടേക്കാണ് പോകണ്ടേ. गेट नंबर 3 इधर ही है ना सर? 3 नंबर गेट इधर नहीं है, उधर लिखा हुआ है 3 नंबर, इसलिए 3 नंबर नाम बताइए आपका? तस्वीर याद है. ചത്വീർ യാദവ്. അപ്പോൾ നമ്മളുടെ ചത്വീർ യാദവാണ് നമ്മൾക്ക് ഈ സ്ഥലം കാണിച്ചു തന്നത്. ആൾ പറഞ്ഞു ഇവിടുന്ന് അധികം അപ്പനെ ഭാഷ പോലോ ഇവിടുന്ന് അധികം ദൂരമില്ല. അപ്പോൾ ഇവിടുന്ന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുത്തബ് മിനാർ കാണുന്നത്. താങ്ക് യു സർ. ഓക്കെ സർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറിക്കഴിഞ്ഞാൽ ഇതാണ് ലാൽകോട്ട് വാള്. ബേസിക്കലി ഡൽഹി ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഈ കാണുന്നതിന് എല്ലാതും ഫുള്ള് ലാൽകോട്ട് വാൾ എന്ന് പറയും. ഇതൊക്കെ റൂയിൻസാണ് ഇപ്പം. അപ്പോൾ ആ ലാൽകോട്ടിൻ്റെ മുകളിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പം. ഇവിടെ നിന്ന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുത്തബ് മിനാർ കാണാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ചെക്കന്മാരും പെണ്ണുങ്ങളും അങ്ങോട്ട് പോയിട്ടുണ്ട്, അവരും അന്വേഷിക്കായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ചോദിച്ച് പറഞ്ഞ് വന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. എൻ്റെ അമ്മ ഇത് കണ്ട, അത്രയും പോകേണ്ടി വരും മോളിക്ക്. എന്തായാലും ഇവിടം വരെ എത്തി. ഞാൻ അങ്ങോട്ടേക്ക് പോവാം. കണ്ട ഇതൊക്കെ കണ്ട ഇവിടെ, ഇതൊക്കെ പണ്ട് ഇതൊരു കിലയായിരുന്നു. ഞാൻ മനസ്സിലായില്ല, ഒരു ഫോർട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ ഫുള്ള് മണ്ണൊക്കെ വീണ് ഫോർട്ട് പടിയിലായി. എൻ്റെ മോനെ, സീ ദ തിക്നെസ് ഓഫ് ദി ഫോറസ്റ്റ്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ബ്യൂട്ടിഫുൾ. നമ്മൾ ഇത്രയും നടന്നത് വെറുതെ വേസ്റ്റായില്ല. ഇത് കണ്ട, ഓ നല്ല കാറ്റ്. ഇവിടെ ഇരുന്ന് കുറച്ചൊരു അരമണിക്കൂർ ഇരുന്നിട്ട് ഞാൻ പൊളിഞ്ഞു. ബ്യൂട്ടിഫുൾ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ see that's what I'm telling you, when you work hard you get the results, and when you get the results that's very very fruitful. കണ്ട ഇതൊക്കെ ഫോർട്ടിൻ്റെ വോളായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നു. ഇതിപ്പോൾ മണ്ണിൻ്റെ അടിയിലായിപ്പോയി. എത്ര കൊല്ലമായി? ഓൾമോസ്റ്റ് 1000-2000 കൊല്ലമായില്ല ഇത്. ഇവിടെ എത്ര ആൾക്കാർ തല്ലി പിടിച്ച് മരിച്ചിട്ടുണ്ടാവും. സി പണ്ടത്തെ ഡൽഹി മോനെ. ഗായ്സ്, ഇനി ഞാൻ നിങ്ങളെ കാണിച്ചില്ലെന്ന് വേണ്ട. ഇതായിരുന്നു നമ്മളുടെ പണ്ടത്തെ ഡൽഹി ഉണ്ടായത്. ഫസ്റ്റ് ഡൽഹി ഫോംഡ് ഫ്രം ഹിയർ. ദിസ് വാൾ, ലാൽകോട്ട് വാൾ. Beautiful. ഇനി ദ മാസ്റ്റർ പീസ് കുത്തുബ് മിനാർ. ഇത് കാണാനാണ് ഞാൻ വന്നത്. ദിസ് ഈസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഞാൻ സൂം ചെയ്തിട്ടിപ്പോൾ നോക്കണ ഗൈസ്. ദ ഹിസ്റ്ററി ഓഫ് ഡൽഹി സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ലാസ്റ്റിൽ കുതുബുദ്ദീൻ ഐബക്ക്, പിന്നെ അതിൻ്റെ ഇംഗ്ലീഷുകാരുടെ കയ്യിൽ. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് വാട്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. കമ്മിങ് ടു എ പ്ലേസ് ടു എക്സ്പ്ലോർ ആൻഡ് ടു വ്യൂ ആൻഡ് ടു ഫീൽ ദ ഹിസ്റ്ററി, യു നീഡ് ടു കം ടു ദാറ്റ് പ്ലേസ്. Can you believe that this wall what you see here just besides me, the first Delhi was made from here, Lalkot. Tomar അവരുണ്ടാക്കിയാണിത്. So basically, if you see these walls, sorry to, ഞാൻ ഇത്രയും കയറി വന്നതിൻ്റെ ഒരു ഇതാ. If you see these walls, these are the ruins of Lalkot wall.
ഇത് ആക്ച്വലി ഒരു ഫോർട്ടാണ് ഫുള്ള് ഡൽഹി ഉണ്ടാക്കിയത് ഫസ്റ്റ്. ആ ഫോർട്ടിൽ നിന്ന് ഫുള്ള് കവേർഡ് ബൈ ഫോറസ്റ്റ്, പിന്നെ മണ്ണും. അപ്പം ഇവിടെ നിന്നിട്ട് പണ്ടത്തെ നമ്മുടെ ആ രാജാവ് തോമാറും അനങ്പാൽ തോമാറും പിന്നെ നമ്മളുടെ പൃഥ്വിരാജ് ചൗഹാനും അവരൊക്കെ ഇത് ഇവിടെ നിന്നിട്ട് ഫുള്ള് ഡൽഹി ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ആ സമയത്തൊക്കെ ഡൽഹിയിൽ ഇതേ നമ്മൾ ഈ കാണുന്ന ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ള് ഫോറസ്റ്റ് ആയിരുന്നു. സച്ച് ബ്യൂട്ടിഫുൾ വൈബ്രൻറ്റ് പ്ലേസ്. ഞാൻ ഇന്നിവിടെ ഈ ഫോർട്ടിൻ്റെ മുകളിലിരുന്ന് thinking about, remembering about the history, what has happened here. It's such a beautiful feeling. When you come to a place like this, where the history is so rich, what else do you need? Relax, sit down at that place and, just imagine what must have happened at that time. From 50 BCE onwards, they have a history here of Delhi. So from 50 BCE till 1050, then when on 1050, Tomar kingdom came. They built this. അവരിതുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഡിഫറെൻറ്റ് രാജാക്കന്മാർ, അപ്പോഴും മുഗൾ വന്നിട്ടില്ല, ഇവിടെ മുഗൾ രാജാക്കന്മാർ വന്നിട്ടില്ല. പൃഥ്വിരാജ് ചൗഹാൻ ദ തേർഡ് അയാൾ വന്നിട്ടുണ്ട്, പിന്നെ ഇത് കീഴടക്കിയത്, പിന്നെ അത് ഏറ്റെടുത്തതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ മുഹമ്മദ് ഘോരി അങ്ങനത്തെ ആൾക്കാരും മുഗളും പിന്നെ ഇസ്ലാമിക്കും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത്. സോ ദ ഹിസ്റ്ററി teaches us lot of things, may it be religion or kingdom rule, power, and everything was for power. Everything, whatever people did in history was only for power. It is so peaceful here. കാറ്റും പിന്നെ കുറേ കിളികളുടെയും മയിലിൻ്റെ ഒച്ചകളും, നത്തിങ് എൽസ്. ഇമാജിൻ ഡ്യൂറിങ് ദോസ് ഡേയ്സ് വാറുള്ള സമയത്തുള്ള ഒച്ച. ആ സമയത്ത് എത്ര മനുഷ്യന്മാർ ഇവിടെ മരിച്ചിട്ടുണ്ടാവും. ദേ മസ്റ്റ് ഹാവ് ലോസ്റ്റ് ദെയർ ലൈഫ് ഫൈറ്റിംഗ്, പ്രൊട്ടക്റ്റിംഗ് ദിസ് കിങ്ഡം ഓഫ് ഡൽഹി. ഉണ്ടാവും ഇവിടെ ചിലപ്പോൾ അവശിഷ്ടങ്ങളുണ്ടാവും. മനുഷ്യന്മാരുടെ അസ്ഥിക്കൂടം വരെ നമ്മൾക്കിവിടെ ചിലപ്പോൾ കിട്ടും, പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ബീൻ സോ മെനി ഇയേഴ്സ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ജസ്റ്റ് 10 or 20 years. It's all about 2000 years almost. More than 2000 years actually. പക്ഷേ 50 BC മുമ്പുള്ളത് നമുക്കൊന്നും അറിഞ്ഞൂടാ കഥകൾ. 50 BC മുതലുള്ളതിൻ്റെയും ആ സ്റ്റോറീസും വളരെ വേഗിലേ ഉള്ളൂ നമ്മൾക്ക് ഇതിൻ്റെ ഐഡിയ. So whatever we know, and I know, I have told you guys. So guys, what do you think about this? This is the history of Delhi, and I brought to you to the place where exactly Delhi has originated and started. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഹിസ്റ്ററി ഓഫ് ഡൽഹിനെ പറ്റിയിട്ടുള്ള അധികം വീഡിയോസ് ഉണ്ടാവുന്നു. ബിക്കോസ് ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് exploring Delhi, starting from where Delhi actually started. And this is where exactly the place where I'm sitting right now, on top of that Lal Kot, the fort. History teaches us many things. Guys, ഇടയ്ക്ക് വെച്ച് മഴ പെയ്തു. ആ സെക്യൂരിറ്റി ഗാർഡ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു. ആളുടെ അമ്പറിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആ കുഴയിൽ ഉള്ളു വന്ന് ഇവിടം വരെ കൊണ്ടുവന്നു. ആ മഴ പോയി ഇപ്പോൾ വെയിൽ വന്നു. And I'm really exhausted today. The time is almost 1:30, so I have to walk till there right now. അതും എനിക്ക് ഓൾമോസ്റ്റ് അരമുക്കാൽ മണിക്കൂർ എടുക്കും അവിടെ വരെ നടന്നു പോകാൻ. പ്ലസ് then again I have to drive back home and I have to pick Yavin today.
So what do you think about today's vlog, guys? Please be honest and tell me in the comment box, how did you like this vlog? And if you enjoyed it, please consider subscribing, liking and commenting if you're new to this channel. Thank you guys for watching this video and hope you enjoyed this. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. Bye.